ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ സുരേഷ് ഗോപിനെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. അതിൽ എന്താ പറയുക, ഞാൻ ഫാൻ ഗേളായിട്ടോ അതോ പൊളിറ്റീഷ്യനായിട്ടോ യാതൊരു വിധ ബന്ധമില്ല കേട്ടോ. ഞാനൊരു പോർട്രേറ്റ് വരയ്ക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബുക്കിൽ റെഫറൻസൊക്കെ എടുത്തിട്ട് പ്രൊപ്പോർഷനൊക്കെ കറക്റ്റാക്കി വിട്ടും റോയൊക്കെ വരച്ച് സെറ്റാക്കാം കേട്ടോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പടം വരയ്ക്കണേക്കാട്ടും മുന്നേ വേറൊരാളെ വരയ്ക്കണേൻ്റെ ഇത് മാറ്റി വെച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ പിറന്നാൾ അതാകുന്നത്. അപ്പോൾ ഞാനിത് വരച്ച് കഴിഞ്ഞാൽ ക്ലിക്കാവുമെന്ന് വെച്ചിട്ട് ഞാൻ വരച്ചതാണ്. ഞാൻ ഈ പേനോണ്ട് വരയ്ക്കാൻ എനിക്ക് വരയ്ക്കണോണ്ടൊരു കുഴപ്പമൊന്നുമില്ല. അതിന് ഇത്തിരി ഇത് കൂടുതലല്ലേ, വണ്ണം കൂടുതലല്ലേ, അപ്പോൾ വരയ്ക്കണോണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വരയ്ക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ തനുബേബി വന്ന് തനുബേബിയുടെ വരകളായി. എഴുത്തിനെഴുത്താത്ത കാരണം ഞാനൊന്നും പഠിപ്പിക്കാറില്ല, തന്നെ ആൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വരയ്ക്കാറ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരാൾ കുറുമ്പായിട്ട് വന്ന് എൻ്റെ ബാക്കിൽ അങ്ങനെ കുറേ നേരം തല്ലൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. ഉറക്കുമ്പോഴാണ് ഞാൻ വരയ്ക്കാറ്. ഇന്ന് ഉറങ്ങിക്കെടുത്തിയിട്ടും ആളെന്നിട്ട് പോന്നു. അപ്പോൾ കളിയുടെ ഒരു ഇതിലാണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവളുടെ കൂടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വര തുടങ്ങി. സുരേഷ് ഗോപിയുടെ വീഡിയോ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ റെഡ് കളർ പിക്ക് കാണാം. അപ്പോൾ അവിടെയും പോയി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോയും ചെയ്യണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.